ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ദൈവവചനവുമായി നിൽക്കുവാൻ വലിയവനായ ദൈവം എന്നെ ഇടയാക്കുന്ന വൻകൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഭിവന്ദ തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛൻ, ചെമ്മാച്ചൻ, ഉപദേശിമാർ, സിസ്റ്റർ, കൊച്ചന്മാരെ, ഇവിടെ കടന്നു വന്ന എല്ലാ വിശ്വാസികളെയും ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നാം ഇപ്പോൾ നോമ്പിൻ്റെ ഒരു കാലഘട്ടത്താണല്ലോ, പകുതി നോമ്പ് കഴിഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടത്തിലും ഈ നോമ്പിൻ്റെ സമയങ്ങളിലും നമുക്കൊന്നുകൂടെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ അറിയുവാനും അവൻ സഹിച്ച കഷ്ടപ്പാടുകളെ ഒന്ന് മനസ്സിലാക്കുവാനും അവൻ്റെ കഷ്ടപ്പാടുകളും അവൻ്റെ ത്യാഗത്തെ ഒന്നുകൂടെ ഓർക്കുവാനും നമുക്ക് ഈ നോമ്പ് കാലങ്ങളിൽ ധ്യാനിക്കുവാനൊക്കെ കിട്ടുന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് സ്തോത്രം ചെയ്യാം. ഇവിടെ പാഠഭാഗമായി വായിച്ചു കേട്ട മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ 10-ാമത്തെ വാക്യം വായിക്കാം. യേശു അത് അറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സർവ്വദാനങ്ങളുടെ ഉറവിടമായ സ്വർഗീയ പരമപിതാവേ, ഈ അന്തിമേറിയ നല്ല രാത്രിക്കായി നമ്മോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയിലിതാ നിന്റെ വചനവുമായി നിൽക്കുകയാണ്. അടിയിലെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തയും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. ഇവിടെ മത്തായി സുവിശേഷം ഈ 26-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ക്രിസ്തു സ്വന്തം മരണത്തെ പ്രവചിക്കുന്ന ഒന്നിലൂടെയാണ് മത്തായി സുവിശേഷം ഈ അധ്യായം തുടങ്ങുന്നത്. തൻ്റെ മരണത്തെ, യേശു കർത്താവിൻ്റെ മരണത്തെ താൻ തന്നെ പ്രവചിക്കുന്ന ഒരു ഭാഗം 1-2 വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. 3-4 നാം നോക്കുകയാണെങ്കിൽ 3-4-5 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശു കർത്താവിനെ കൊല്ലുവാൻ ഗൂഢാലോചന ചെയ്യുന്ന ഒരു കൂട്ടം മഹാപുരോഹിതന്മാരെയാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ 6-7 വാക്യങ്ങളിൽ നാം നോക്കിയാൽ ക്രിസ്തുവിനോടുള്ള അതിരറ്റ സ്നേഹത്തെ കാണിക്കുന്ന മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കും. മറിയ എന്ന് പറയുന്നത് ബെഥാനിയയിലെ സ്ത്രീ എന്നും പറയുന്നുണ്ട്, അതുപോലെ മഗ്ദലക്കാരത്തി മറിയെന്നും പറയുന്നുണ്ട്. 8-9 വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ശിഷ്യന്മാർ ഈ പാഴാക്കുന്നത് എന്ത് എന്ന് ആ സ്ത്രീയോട് എതിർക്കുന്ന ഒരു ഭാഗമാണ് 8-9 വാക്യങ്ങൾ. 10 മുതൽ 13 വരെ അവൾ ചെയ്ത പ്രവൃത്തിയെ യേശു കർത്താവ് ന്യായീകരിക്കുന്ന ഒരു ഭാഗമാണ് ഈ മത്തായി എഴുതിയ സുവിശേഷം 26 തൊട്ട് 1 മുതൽ 13 വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബൈബിളിൽ യേശു കർത്താവിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ ജീവിതവും യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചും യേശു കർത്താവിൻ്റെ ശുശ്രൂഷ രീതികളെ കുറിച്ചും എല്ലാം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു സ്നേഹിച്ച അല്ലെങ്കിൽ ക്രിസ്തു കരുതിയിരുന്ന, ക്രിസ്തുവിൻ്റെ കൂടെ കാണുമെന്ന് വിശ്വസിച്ചിരുന്ന അവർ തന്നെ ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന അല്ലെങ്കിൽ തള്ളിപ്പറയുന്ന ഒരു ഭാഗമാണ് ഇനി വരാൻ പോകുന്ന ഒരു 2-3 ദിവസമെന്ന് ഈ മത്തായി സുവിശേഷം ഇവിടെ പറയാതെ പറയുന്ന ഒരു ഭാഗമാണ്. നമുക്കറിയാം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തുവാ, ഏതൊരവസ്ഥയിലും നമ്മുടെ കൂടെ കാണും, ഏതൊരവസ്ഥയിലും നമ്മെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ളവരാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്നാൽ യേശു കർത്താവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ശിഷ്യന്മാരായിരുന്നു. യേശു കർത്താവ് എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും യേശു കർത്താവ് കൊണ്ടുപോയിരുന്നത് ശിഷ്യന്മാരായിരുന്നു. എന്നാൽ യേശു കർത്താവിൻ്റെ ഒരു ആവശ്യമായി വന്നപ്പോൾ യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റാറുള്ളത് ഇതാണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മെ ഒന്ന് ചതിക്കുകയും അല്ലെങ്കിൽ നമ്മെ ഒന്ന് തള്ളിപ്പറയുകയും ചെയ്തു നോക്കും. നമുക്ക് എന്തുമാത്രം വിഷമമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ യേശു കർത്താവിൻ്റെ ജീവിതത്തിലോ യേശു കർത്താവ് വിചാരിച്ചാണ് എൻ്റെ ക്രൂശ് ചുമക്കാൻ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് കരുതി കാണും. പക്ഷേ ശിഷ്യന്മാരാരും ഇല്ലാതായിപ്പോയി, അടുത്തുപോലും പോയില്ല. യേശു കർത്താവിനെ തള്ളിപ്പറയുകയാണ് ചെയ്തത്.
എന്നാൽ ഈ ഭാഗത്ത് നമുക്കറിയാം മറിയയുടെ ശുശ്രൂഷ. മറിയ യേശു കർത്താവിനെ സ്നേഹിച്ചത് നമ്മൾ കാണുവാൻ സാധിക്കും. തൻ്റെ മൂല്യമേറിയ വസ്തുവിനെ, അതായത് പരിമള തൈലത്തെ യേശു കർത്താവിന് സമർപ്പിക്കുകയാണ്, തലയിൽ കൂടി അഭിഷേകം ചെയ്യുകയാണ്. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ശിഷ്യന്മാർ അതിനെ എതിർക്കുന്നു. മറിയയുടെ ജീവിതത്തിൽ എന്തായിരുന്നു ആ തൈലം? വളരെ വിശേഷപ്പെട്ടതായിരുന്നു. എന്നാൽ ക്രിസ്തുവിന് കൊടുക്കുകയാണ്. അത് സ്നേഹമാണ്, ക്രിസ്തുവിനോടുള്ള ശുശ്രൂഷ മനോഭാവമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ ശിഷ്യന്മാർ അവിടെ കണ്ടത് എന്തുവാ? അത് മൂല്യമേറിയ സമ്പത്തിനെയാണ്, സമ്പത്തായിട്ടാണ് അവർ കണ്ടത്. യേശു കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്നേഹിക്കുന്നതിന് പകരം അത് മൂല്യമായിട്ട് കാണുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ യേശു കർത്താവ് ആ സ്ത്രീയെ പരിഹസിക്കുന്നത് എന്ത്, അല്ലെങ്കിൽ ശാസിക്കുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ജീവിതത്തിൽ നമുക്കും പലപ്പോഴും തെറ്റുപറ്റുന്നത് ഇവിടെയാണ്. യേശു കർത്താവിനോടുള്ള സ്നേഹത്തെ നമ്മൾ സമ്പത്തായിട്ട് കാണുവാൻ പാടില്ല. നമ്മുടെ ഉള്ളിലുള്ളത് അത് കൊടുക്കുവാൻ, അല്ലെങ്കിൽ അവിടെ കൊടുത്ത ആ പരിസരം നമ്മൾ നോക്കി. യേശു കർത്താവുണ്ട്, അവിടെ ബെഥാനിയയിലെ ഒരു കുരുടനായ ഒരു വ്യക്തിയുണ്ട്, ശിഷ്യന്മാരുണ്ട്. അവിടെ എല്ലാം ഇരുന്നത് ആരൊക്കെയാണ്? പുരുഷന്മാരായിരുന്നു. അതിൻ്റെ ഇടയിലാണ് മറിയ പോയി യേശു കർത്താവിൻ്റെ തലയിൽ പരിമള തൈലം ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്നേഹത്തിന്, അല്ലെങ്കിൽ യേശു കർത്താവിനോടുള്ള സ്നേഹത്തിന് പരിസരം ഒരു പ്രശ്നമല്ല, ആരൊക്കെ ഇരിക്കുന്നു എന്നുള്ളതല്ല. നമ്മുടെ ഉള്ളിലെ സ്നേഹം അത് വെളിപ്പെടുത്തേണ്ടതാണ്, അത് മറച്ചു വെക്കേണ്ട ഒന്നല്ല. അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തെ എപ്പോഴും ക്രിസ്തുവിന് മൂല്യമുള്ള സ്നേഹമാക്കി മാറ്റണമെങ്കിൽ പരിസരം ഒരു പ്രശ്നമല്ല, അതൊരു തടസ്സമല്ല. ആരൊക്കെ ഇരിക്കുന്നു എന്നുള്ളതല്ല തടസ്സം. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ നാം അത് കാണിക്കണം. അത് ഇവിടെ മറിയ വളരെ വ്യക്തമായത് മറിയയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു തരികയാണ്. ക്രിസ്തു ആ സ്നേഹത്തെയാണ് ദൈവം തിരിച്ചറിഞ്ഞത്. ഞാൻ 10ാമത്തെ വാക്യം പറയാം. യേശു അത് അറിഞ്ഞു. ആ സ്നേഹത്തെയാണ്, വേറെ സ്നേഹമല്ല, ആ ഒരു സ്നേഹത്തെ, ക്രിസ്തുവിനോടുള്ള അതിരറ്റ അല്ലെങ്കിൽ ശുശ്രൂഷ മനോഭാവമുള്ള ആ ഒരു സ്നേഹത്തെ ക്രിസ്തു തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് അവളെ എതിർത്തപ്പോൾ ശിഷ്യന്മാരെ ഒഴിവാക്കുന്നത്. ശിഷ്യന്മാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശിഷ്യന്മാർ കൂടെ ഉണ്ടാകുമെന്ന് യേശു കർത്താവ് വിചാരിച്ചു. എന്നാൽ സമ്പത്തിന് വേണ്ടി യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നു. ശിഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻഷിപ്പ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ് യേശു കർത്താവിന്റെ കൂടെ കൂടിയെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സമ്പത്തിനും യേശു കർത്താവിന്റെ കൂടെ പോയാൽ ആഹാരത്തിന് ആഹാരം, ഒരു സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുന്നു. യേശു കർത്താവിന് ബഹുമാനം ലഭിക്കുന്നതോടൊപ്പം ഇവർക്കും ആ ഒരു റെസ്പെക്റ്റ് അവർക്കും കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് യേശു കർത്താവിന്റെ കൂടെ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ പലപ്പോഴും നമുക്കും തെറ്റുപറ്റുന്നത് ഇതാണ്. സമ്പത്തിന്റെ പുറകിൽ പോകുമ്പോൾ നമ്മുടെ സ്നേഹത്തെ മറ്റൊരാൾക്ക് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. നമുക്കറിയാം, ചില പള്ളികളിൽ വലിയ മീറ്റിങ്ങുകളൊക്കെ വെക്കുമ്പോൾ ഇന്നത് ചെയ്യണം, ഇന്നയാൾ ചെയ്യണം എന്നൊക്കെ പറയുന്ന കമ്മിറ്റി അംഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതൊന്ന് നേരെ ചെയ്യുവാനോ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ നടത്തുവാനോ പള്ളിയിൽ അച്ഛൻ ആരെയാണ് ഏർപ്പെടുത്തുന്നത്? പാവപ്പെട്ട അല്ലെങ്കിൽ ശുശ്രൂഷ മനോഭാവമുള്ള വ്യക്തിത്വങ്ങളെയാണ് കൂടുതലായും അച്ഛൻ അവിടെ ഏർപ്പെടുത്തുന്നത്. അതുപോലെയായിരുന്നു ശിഷ്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് ശിഷ്യന്മാരെ കാണുവാൻ സാധിച്ചില്ല. ക്രൂശീകരണ സമയത്ത് നാം നോക്കുകയാണെങ്കിൽ യേശു കർത്താവ് ക്രൂശീകരണ സമയത്ത് ശിഷ്യന്മാരെ ആ ഭാഗത്ത് കാണുവാൻ സാധിക്കത്തില്ല. എന്നാൽ ശുശ്രൂഷ മനോഭാവമുള്ള യേശു കർത്താവിനെ ശുശ്രൂഷിച്ച വ്യക്തികൾ, അങ്ങനെയുള്ള കുറച്ചു പേരെയാണ് നമുക്ക് ആ ക്രൂശീകരണ സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെന്നില്ല. എന്നാൽ നമ്മുടെ സ്നേഹം അത് ക്രിസ്തുവിന് പരിസരം മറന്ന് നൽകുവാൻ നാം ഇടയാകണം. നമുക്കറിയാം,
മൂല്യമേറിയത് നൽകിയത് മറിയ മാത്രമല്ല, അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഏറ്റവും വലിയ മൂല്യമായിരുന്നു ഇസഹാക്ക്. അവനെ പോലും കൊടുക്കുവാൻ അബ്രഹാമിന് സാധിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിലും മൂല്യമേറിയത് കൊടുക്കുവാൻ അത് ഒരു പരിസരം അല്ലെങ്കിൽ അതൊരു തടസ്സമല്ല. നമ്മളത് ക്രിസ്തുവിനെ കൂടുതലായി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പറ്റിയത് ഇതായിരുന്നു. അവർ സ്വന്തം ലാഭത്തിന് വേണ്ടി യേശു കർത്താവിൻ്റെ കൂടെ കൂടിയവരായിരുന്നു. എന്നാൽ യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളകളിലെല്ലാം ശിഷ്യന്മാരെ കൂടുതലായി യേശു കർത്താവിനോട് അടുപ്പിച്ചുവെങ്കിലും യേശു കർത്താവിന് ഏറ്റവും പ്രിയമാകുന്ന ശിഷ്യന്മാർ പോലും ഉണ്ടായിരുന്നപ്പോഴും യേശു കർത്താവിന് ഒരു ആപത്ത് വന്നപ്പോൾ, അല്ലെങ്കിൽ യേശു കർത്താവ് എൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച പലരും യേശു കർത്താവിൻ്റെ കൂടെ നിൽക്കാതെ പോയി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നാം മനസ്സിലാക്കേണ്ടുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹം, അതിരുകടന്ന സ്നേഹം, അത് ചിലപ്പോൾ ക്രിസ്തു നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം നമുക്ക് തിരിച്ചു നൽകുന്നതാണ്. നമ്മൾ ആ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ദൈവത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവിന് സാധിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നതാണ്, ജീവിതത്തിൽ യേശു കർത്താവ് എൻ്റെ ശുശ്രൂഷ വേളകളിൽ പലപ്പോഴും പലരും ക്രിസ്തുവിനെ തള്ളി പറഞ്ഞു. എന്നാൽ ആ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, നമ്മുടെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ക്രിസ്തുവിന് ഉറപ്പായിട്ടും കഴിയുമെന്ന് മറിയയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ വരുമ്പോഴും യേശു കർത്താവിനോടുള്ള സ്നേഹത്തെ നമുക്ക് കാണിക്കുവാൻ വലിയവനായ ദൈവം ഇടയാക്കട്ടെ. ക്രിസ്തു നമുക്കെല്ലാവർക്കും അറിയാം, വൺ സൈഡ് ലവ്. ഒരാളെ സ്നേഹിക്കുന്നു, അയാൾ തിരിച്ചു സ്നേഹിക്കത്തില്ല. അതുപോലെയായിരുന്നു യേശു കർത്താവിൻ്റെ സ്നേഹമെന്ന് നാം ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്രിസ്തു നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു. എന്നാൽ അതേപോലെ നാം എത്ര പേർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു തിരിച്ച്? ഈ ഒരു ചിന്ത, ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ എത്രമാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു തിരിച്ച്? ശിവസാറ് പറഞ്ഞ ഒരു വാക്കുണ്ട്, തൻ്റെ അവസാന തുള്ളി രക്തം പോലും പിടിച്ചു വെക്കാതെ, അവന് വേണ്ടി മാറ്റി വെക്കാതെ, തൻ്റെ ജനത്തിന് വേണ്ടി, താൻ സ്നേഹിച്ച ജനത്തിന് വേണ്ടി അവൻ കൊടുത്തതാണ്. ആ സ്നേഹത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ക്രൂശിലെ അവസാന തുള്ളി രക്തം പോലും അവൻ നമുക്ക് വേണ്ടിയാണ് ചൊരിഞ്ഞത്. അവിടെയും അവൻ അനുസരണമുള്ളവനായി തീർന്നു. ശിഷ്യന്മാരെ തള്ളിപ്പറയുകയോ അവരെ കുറ്റം പറയുകയോ അവർ മാറിപ്പോയത് കൊണ്ട് എന്തെങ്കിലും പറയുകയോ ഒന്നും ചെയ്തില്ല. അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും സ്നേഹിക്കുവാൻ, ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കൂടെ കരുതുവാൻ, അവരെ കൂടെ ക്രിസ്തുവിൽ എത്തിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഈ നോമ്പ് സമയങ്ങളിൽ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ ഞാൻ ഇരുന്നു കൊള്ളുന്നു. ദൈവം നമ്മെ ഇവരെയും സഹായിക്കുമാറാകട്ടെ.